ഐ എം ജിഷ. നമുക്കിന്ന് വീട്ടിൽ എങ്ങനെ മാനിക്യൂർ ചെയ്യാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് നമുക്ക് വാം വാട്ടർ വേണം. വാം വാട്ടറിലേക്ക് നമ്മൾ ഈ സ്പൂണിന് ഒരു സ്പൂണ് സാൾട്ട്, പിന്നെ ഈ സ്പൂണിന് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ. അതിലേക്ക് നമ്മൾ കൈ സോക്ക് ചെയ്യാൻ വെക്കണം. ഷാമ്പൂവിൻ്റെ കാര്യം മറന്നു. കുറച്ച് ഷാമ്പൂ വേണം. അത് ഷാമ്പൂ നമ്മൾ യൂസ് ചെയ്യണ ഏത് ഷാമ്പൂ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യണ പാൻറ്റീൻ ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യണേ. ഇതിപ്പോൾ നിങ്ങൾ ഏത് ഷാമ്പൂ യൂസ് ചെയ്യുന്നോ അത് യൂസ് ചെയ്യാം. അല്ല ഹാൻഡ് വാഷാണ് വീട്ടിലുള്ളെങ്കിൽ അതാണെങ്കിൽ യൂസ് ചെയ്യാം ഷാമ്പൂവിന് പകരം. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം കൈ. ഒരു 10 to 15 മിനിറ്റ്സ് സോക്ക് ചെയ്യണം. നമുക്ക് പേസ്റ്റ് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യണ പേസ്റ്റ് എടുക്കുക. നമ്മുടെ നെയിലിൽ കുറച്ച് തേച്ചിട്ട് ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ പല്ല് വിളക്കാനാണല്ലോ നമ്മൾ പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി തേച്ചാൽ നമ്മുടെ നെയിലിലെ അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് വൈറ്റായിട്ട് വരും. നമ്മൾ സോക്ക് ചെയ്യാൻ വയ്ക്കണം. ഒരു ദിവസം ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മാസത്തിലൊരിക്കൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്താൽ മതി. ബാക്കി ഈ മെത്തേഡ് അങ്ങനെ തന്നെ ചെയ്യാം. സ്മൂത്തായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. നമുക്ക് പേസ്റ്റ് കുറച്ചുകൂടി എടുത്തിട്ട് നെയിലിൽ കുറച്ച് കൂടി തേച്ചിട്ട് ഒരു ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം.
നെയിൽ മാത്രം വെളുപ്പിക്കാനാണ്. നമ്മളെ വീട്ടിൽ ഡസ്റ്റിങ് കിച്ചണിലെ പണിയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ വല്ലാതെ അഴുക്കാവും നെയിലെല്ലാം. അപ്പം നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. മാസത്തിലൊന്ന് ചെയ്താൽ മതി, പക്ഷേ ആഴ്ചയിൽ ചെയ്യണം. ഈ ഫുൾ മെത്തേഡും ഫുള്ള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാസത്തിലൊരിക്കലെങ്കിലും ചെയ്യണം. അല്ലാതെ ഇതിൽ കുറച്ചൊക്കെ ചെയ്താൽ മതി ആഴ്ച ഒരിക്കൽ ചെയ്യുമ്പോൾ. മാസത്തിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ നീറ്റായിട്ട് വരുള്ളൂ. ഇപ്പോഴേ കൈ സ്മൂത്തായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് കൈ ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ നോർമൽ വാട്ടർ എടുക്കണം. നോർമൽ വാട്ടറിലേക്ക് ഒരു ലെമൺ പിഴിഞ്ഞൊഴിക്കണം. ഒരു പകുതി മതി. ഫുള്ള് വേണ്ട, ഒരു സ്പൂണ് വരുന്നത്. ഇത് നമ്മൾ കൈ അതിൽ മുക്കി വയ്ക്കണം. അതിനുശേഷം നമ്മൾ ഓൾറെഡി ബ്രഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തു. നെയിൽ കട്ട് ചെയ്യാം. പിന്നെ പാഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇത് പാഡ്സാണ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഇതൊരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ചെയ്യാവുള്ളൂ. രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെയ്യരുത്. നമ്മുടെ എല്ലാവരുടെയും നെയിൽ കട്ടറിലുണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാം. കുറച്ച് പുഷ് ചെയ്ത് വെക്കരുത്. ഇപ്പം നമ്മുടെ നെയിൽ നല്ല നീട്ടമുള്ളതായിട്ട് ഫീലാവും, ഭംഗിയായിട്ടിരിക്കും. അങ്ങനെ സ്കിന്നിന് പുറകോട്ട് അരിപ്പൊടിയാണ്, റൈസ് ഫ്ലോർ, പിന്നെ ഒരു കഷ്ണം ടൊമാറ്റോ, അതിൽ പിന്നെ റൈസ് ഫ്ലോർ അതിൽ മുക്കിയിട്ട് നല്ല ഇപ്പോഴേ നമ്മുടെ കൈ സ്മൂത്താണ്, ഇങ്ങനെ നല്ല തേച്ച് കൊടുക്കണം.
മനസ്സിലാവും കയ്യിൻ്റെ വ്യത്യാസം എങ്ങനെ ഇരുന്ന ഫസ്റ്റ് തുടച്ച് നല്ല ട്രൈ ചെയ്തു. നല്ല സ്മൂത്തായിട്ടുണ്ട് കൈ, പക്ഷെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അത് ഒരു ക്രീം തേക്കണം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ക്രീമാണെങ്കിലും കുഴപ്പമില്ല. വാസലിൻ തേക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീമോ എന്താണെങ്കിലും യൂസ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്യണം. ഇത്ര നേരം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് സോക്ക് ചെയ്ത് ഒക്കെ നല്ല സ്ക്രബ് ചെയ്തൊക്കെ ചെയ്താലേ അപ്പോൾ സ്മൂത്ത് ആവാൻ വേണ്ടി നമുക്ക് വാസലിൻ ചെയ്തിട്ട് വെച്ചിട്ട് മസാജ് ചെയ്യും. നിങ്ങൾ ഏത് ക്രീം യൂസ് ചെയ്യണേ, വാസലിൻ നിങ്ങൾ ഏത് ഡെയിലി യൂസ് ചെയ്യണ ഏത് ക്രീമാണോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ആ ഡ്രൈനെസ് ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളുടെ നെയില് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇന്ന് തന്നെ നെയിൽ പോളിഷ് ഇടണ്ട, ഒന്ന് ഫ്രീ ആയിട്ട് വിടാം. നമ്മുടെ ഇന്ന് റെഗുലറായിട്ട് നെയിൽ പോളിഷ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഒരു ദിവസം നെയിൽ പോളിഷ് ഒന്നും ഇടാതെ വിടാം ഫ്രീ ആയിട്ട്. ഇപ്പം നെയിൽ നല്ല പൊട്ടിപ്പോവാതെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രോ ആവുന്നതിന് ഞാനൊരു ഓയിൽ തേക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ക്രീം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തൂത്ത് കളഞ്ഞിട്ട് നെയിൽ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. വെളുത്തുള്ളിയും ഒലീവ് ഓയിലുമാണ്. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് നമ്മളുടെ നെയിലും ഡ്രൈ ആവുമല്ലോ സ്കിൻ പോലെ തന്നെ, അപ്പോൾ അതിനും പിന്നെ പൊട്ടി പോകുന്നില്ല, നന്നായി വളരും നെയിൽ. ഇതിങ്ങനെ നമ്മൾ ഒരു ദിവസം കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് 1-2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ചതച്ചിട്ട് ആ വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു.